ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖമല്ലേ? ഇന്ന് കാക്ക നമുക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് സ്പെഷ്യൽ ഉണ്ടാക്കി തരട്ടെ. അതായത് ബീഫ് ചില്ലി ഗ്രേവി. അതിൽ ആദ്യമായിട്ട് കാക്ക തട്ടി നല്ലൊരു വലിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് എണ്ണ വാർന്നിട്ട് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഉലുവയും നല്ല നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇട്ട് നല്ല മൂപ്പിച്ച് അതിലേക്ക് നല്ല പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നല്ല മണത്തിന് വേണ്ടിയിട്ട് എന്തായി വേപ്പിനില ഇട്ടെടുത്ത് ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട്, ക്യാപ്സിക്കം പിന്നെ മസ്റ്റാണുള്ളത്, ചില്ലി ഗ്രേവിക്ക് മസ്റ്റ് സാധനമാണ്. അത് ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വന്ന് ഇങ്ങനെ ഒരു മണം കയറണം കേട്ടോ. അത് കയറുമ്പോൾ തന്നെ നമ്മൾ തട്ടി വെട്ടി വെച്ച വല്യുള്ളി ഉണ്ടല്ല അതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ല ഇങ്ങനെ ഇളക്കി മറിച്ച് കാക്കനായിട്ട് ഇളക്കണം, കാരണം നമ്മളിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇതായി വരുമ്പോൾ വന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, എന്നാലും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അല്ലെന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിക്ക് മസാല, ബീഫ് മസാല, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നല്ലാണ്ട് ഇളക്കി മറിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ട് എടുക്കുക. ഈ മൂപ്പിച്ചെടുക്കുമ്പോൾ എന്താ കാട്ടുന്നത്, കാക്ക അവിടെ വേറെ പാട്ടൊക്കെ പാടുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് കാക്കാൻ്റെ സ്പെഷ്യലായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പാടാൻ അരച്ച് വേറെ ഒരു എന്തൊക്കെ കാട്ടി കൂട്ടി കാണ്ട് കാക്ക ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് പറഞ്ഞില്ല. ഇത് ബീഫ് പൊരിച്ച് വെച്ചിട്ടുണ്ടാകും, കാരണം അതിനാദ്യം തന്നെ ബീഫ് പൊരിച്ചേക്കണം. അപ്പോൾ ഇവിടത്തെ വേറൊരാൾ, അതായത് തന്നെ അതിങ്ങനെ അത് തിന്നുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇന്നത്തെ പൊരിച്ച ചില കേക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട്. കാക്കൊന്ന് പറയുന്നുണ്ട് ഇനി ബാക്കിലൊക്കെ ഒന്ന് കിട്ടില്ല, ഇങ്ങനെ എടുത്ത് തിന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും കേൾക്കാതെ ഇങ്ങനെ നല്ലതായിട്ട് വെട്ടി ഒഴുകണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. എനിക്കല്ല എൻ്റെ ഫേവറേറ്റ് ആണ് ബീഫ് ചില്ലി, ചിക്കൻ ചില്ലിയൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. കണ്ടില്ല അങ്ങോട്ട് നല്ല മുരിഞ്ഞിട്ടുള്ള ഞാൻ അയക്കാൻ ഗ്രേവിയൊക്കെ തട്ടിയാൽ ഇതാണ് തട്ടി കൊടുക്കുക. തട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ മറിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടെ ഇളക്കുന്നുണ്ട്. അതിലേക്ക് വേറെ സാധനം കൂട്ടി നമ്മൾ ഇങ്ങനെ സോസും കൂടി ഇട്ടിട്ടുണ്ട്, അതായത് ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ല ഞാൻ എന്തായാലും. അതിൽ പാലും കോൺഫ്ലവറും കൂടി ഇങ്ങനെ അരച്ച് കണ്ടുള്ളൊരു വെള്ളം കൂടി പറഞ്ഞു കൊടുക്കുന്നത്, കാരണം അത് തിക്കാവാൻ വേണ്ടിയിട്ട്, ടൈറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഷോഫിന് ഇങ്ങനെ ഇളക്കിയാൽ കേട്ടോ, അല്ല ഞാൻ വഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അത് മല്ലിച്ചപ്പൊട്ട് അപ്പോൾ ഒരു മണം വരാണ്ട് പടച്ചോനെ വല്ലാത്ത